പ്യാര ബച്ച. ഇനി +1 രണ്ടാമത്തെ അധ്യായമായ നിഡർ സിപ്പായിയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹിമ്മത്ത് സെ താലീം ഹാസിൽ കർത്തെ ജാന, മനക്കരുത്തോടെ അറിവ് കരസ്ഥമാക്കുക എന്ന് ഭഗത് സിംഗ് തൻ്റെ സഹോദരനോട് എന്തിനു പറഞ്ഞു? അതുപോലെ അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്. അതിൻ്റെ ആൻസർ നോക്കൂ. ഭഗത് സിംഗ് के मुताबिक इंसान को हमेशा इल्म हासिल करते रहना चाहिए. ഭഗത് സിംഗിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും അറിവ് നേടിക്കൊണ്ടിരിക്കണം. बुजुर्गों और अहले इल्म के तजर्बात और नसीहतों से फ़ायदा उठाकर अपनी ज़िंदगी बेहतरीन बनानी चाहिए. പ്രായം ചെന്നവരിൽ നിന്നും അറിവുള്ള ആളുകളിൽ നിന്ന് അവരുടെ അനുഭവം അവരുടെ ഉപദേശവും സ്വീകരിച്ച് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. താലീം ഇൻസാൻ കി ജിന്ദഗി കാ സബ്സെ കീമത്തി സർമായ ഹെ. വിദ്യാഭ്യാസം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മൂല്യമുള്ള ഒരു വസ്തുവാണ്. താലീം ഇൻസാൻ കോ അച്ഛെ ഓർ ബുരേ മേ ഫർക്ക് കർണ സിക്കാത്തി ഹെ. അറിവ് നന്മയെയും തിന്മയെയും മനുഷ്യന് വേർതിരിച്ച് കാണിച്ചു തരുന്നു. तालीम याफ्ता इंसान मुआशरा की तरक्की में अहम किरदार अदा करता है. അറിവ് കരസ്ഥമാക്കിയ മനുഷ്യൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നു. ഇസിലിയെ ഹർ ഇൻസാൻ കോ താലീം ഹാസിൽ കർനി ചാഹിയെ. ഇക്കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തർക്കും അറിവ് കരസ്ഥമാക്കൽ അനിവാര്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഭഗത് സിംഗ് തൻ്റെ അവസാന നിമിഷങ്ങളിലും ആരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചു. മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അതിൻ്റെ ഉത്തരം നോക്കാം. സെഹത്ത് ഇൻസാൻ കി ജിന്ദഗി കി സബ്സെ ബഡി നിയമത്ത് ഹെ. ആരോഗ്യം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. एक सेहतमंद इंसान ही अपनी जिम्मेदारियां अच्छी तरह अंजाम दे सकता है और कामयाबी हासिल कर सकता है. ഒരു ആരോഗ്യമുള്ള മനുഷ്യന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നല്ലതുപോലെ ചെയ്യാൻ സാധിക്കുന്നു. വിജയം കരസ്ഥമാക്കാൻ ആരോഗ്യമുള്ള മനുഷ്യർക്ക് സാധിക്കുന്നു. അച്ചി സിഹത്ത് കെ ബഗൈർ, നല്ല ആരോഗ്യമില്ലാതെ ഇൻസാൻ ന താലീം ഹാസിൽ കർ സക്താ ഹെ, മനുഷ്യന് വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കില്ല. സെഹത്ത് മന്ദ് രഹ്നെ കെ ലിയെ, ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുത്തവാസിൻ വദ വർസിഷ് സഫായി ഓർ മുനാസിബ് ആറാം ജറൂരി ഹെ, മനുഷ്യന് വേണ്ട വിശ്രമവും വ്യായാമവും ഭക്ഷണ രീതിയും അനിവാര്യമാണ്. ഭഗത് സിംഗ് ने अपने आखिरी दिनों में भी अपने भाई को सेहत का ख्याल रखने की नसीहत की. ഭഗത് സിംഗ് തൻ്റെ അവസാന നിമിഷങ്ങളിലും തൻ്റെ സഹോദരൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നസീഹത്ത് ഉപദേശം നൽകി. ജോ ഉൻകി മുഹബ്ബത്ത് ഓർ ഫിക്ർമന്ദ് കോ ജോഹിർ കർത്തി ഹെ, തൻ്റെ സഹോദരനോടുള്ള സ്നേഹവും അവൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധയും അത് വെളിവാക്കുന്നു. ഹമേം ബി അപ്നി സിഹത്ത് കാ ഖാസ് ഖയാൽ രഖ്നാ ചാഹിയെ, നമ്മളും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ക്യൂങ്കെ സെഹത്മന്ദ് ജിസ്ം മേ ഹി സെഹത്മന്ദ് ദിമാഗ് ഹോത്താ ഹെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള നല്ല ബുദ്ധി ഉണ്ടാകും. അടുത്ത ചോദ്യം, ഭഗത് സിംഗ് കെ ബാരെ മേ മാലൂമാത്ത് ഫറാഹം കർക്കെ നോട്ട് ലിഖെ. ഭഗത് സിംഗിനെ കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തരം നോക്കൂ. ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ കെ അസീം ഇൻഖിലാബി ഓർ മുജാഹിദെ ആസാദി തെ. ഭഗത് സിംഗ് ഹിന്ദുസ്ഥാനിൻ്റെ പ്രധാനപ്പെട്ട സ്വതന്ത്ര സമര സേനാനിയാണ്. ഉൻകി പൈദായിഷ്, അവരുടെ ജനനം 1907 പഞ്ചാബ് മേ ഹുയി, പഞ്ചാബിൽ നടന്നു. ഉन्होंने ബ്രിട്ടാനവി ഹുക്കൂമത്ത് കെ ഖിലാഫ് ജദ്ദോജഹദ് കി, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി. വോ എക് ബഹാദുർ മുഹിബ്ബെ വത്തൻ നൗജവാൻ തെ, ഒരു ധീരനായ രാജ്യസ്നേഹിയായ ഒരു യുവാവായിരുന്നു. ഹിന്ദുസ്ഥാൻ കി ആസാദി കെ ലിയെ ഉन्होंने अपनी जान കുർബാൻ കർ ദി. ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഭഗത് സിംഗ് തൻ്റെ ജീവിതം സമർപ്പിച്ചു. 23 മാർച്ച് 1931 को उन्हें फांसी दी गई. आज भी वो नौजवानों के लिए एक अजीम मिसाल है. ഇന്നും ഭഗത് സിംഗ് യുവാക്കൾക്ക് ഒരു വലിയ ഉദാഹരണമാണ് അവരുടെ ജീവിതം. അടുത്ത ചോദ്യം, आपके बस स्टॉप में बस नहीं रुकती है, इस मसले पर आरटीओ के नाम एक शिकायतनामा तैयार करें. ബഹുമാനപ്പെട്ട RTOക്ക് നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നില്ല എന്നുള്ള
ഒരു പരാതി ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. കത്ത് എഴുതുന്ന രൂപം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാലും ഒരു ചെറിയ കത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. RTO ട്രാൻസ്പോർട്ട് ഓഫീസർ. ഷഹർ കാ നാം നമ്മുടെ ടൗണിൻ്റെ പേര്. ടോപ്പിക് മൗസൂ ബസ് സ്റ്റോപ്പ് पर ബസ് ന റുക്നെ കെ ബാരെ മേ ശിക്കായത്ത്. ബസ് നിർത്താതെ പോകുന്നതിൻ്റെ പരാതി, അതായിരിക്കണം നമ്മൾ എഴുതേണ്ട രൂപം. ജനാബ് അലി മുഅദ്ദബാനെ ഗുസാരിഷ് ഹെ, സ്നേഹപൂർവം റിക്വസ്റ്റ് ചെയ്യുന്നു. മേ അപ്ന നാം നമ്മുടെ പേര് കൊടുത്തിട്ട് ആപ്കി തവജ്ജ ഹമാരെ ഇലാഖെ കി ബസ് സ്റ്റോപ്പ് കെ ഏക് അഹം മസല കി തൊറഫ് ദിലാന ചാഹത്താ ഹും. നമ്മുടെ നാട്ടിൽ ബസ് നിർത്താതെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹമാരെ ബസ് സ്റ്റോപ്പ് പർ ചലനെ വാലി അക്സർ ബസ്സേ നഹി റുക്തി. നമ്മുടെ നാട്ടിൽ പോകുന്ന കൂടുതൽ ബസ്സുകളും നിർത്തുന്നില്ല ബസ് സ്റ്റോപ്പിൽ. जिसकी वजह से मुसाफिरों को शदीद मुश्किलात का सामना करना पड़ता है. ഈ കാരണത്താൽ യാത്രക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. तलबा मुलाजिमे बुजुर्ग अफराद और ख़वातीन को बस में सफ़र करने के लिए काफ़ी देर तक इंतज़ार करना पड़ता है. വിദ്യാർത്ഥികൾ, പ്രായം ചെന്നവർ, ജോലിക്കാർ, സ്ത്രീകൾ ഇവർക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം इंतज़ार करना पड़ता है കാത്തിരിക്കേണ്ടി വരുന്നു. कई मरतबा ബസ്സേ റഫ്താർ കം കിയെ ബഗൈർ ഗുസർ ജാത്തി ഹെ. പലപ്പോഴും ബസ്സുകൾ നിർത്താതെ പോകുന്നു. ജിസ്കെ നതീജെ മേ ഇത് കാരണത്താൽ ലോഗോം കോ അപ്നെ താലീമി ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം ഇദാറോം ഓർ ദഫാത്തിർ പഹുഞ്ചനെ മേ തഖീർ ഹോത്തി ഹെ. ഓഫീസുകളിലും മറ്റു സ്ഥാപനങ്ങളിലെല്ലാം എത്താൻ വൈകുന്നു. ലിഹാദ ആപ്സെ മുഅദ്ദബാന ദർഖാസ്ത് ഹെ. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നിങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ചെയ്യുന്നു. കെ ഇസ് മസ്അലക ജൽദസ് ജൽദ്. ഈ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് നോട്ടീസ് ലിയാ ജായേ ഓർ മുതഅല്ലിക ബസ് ഡ്രൈവറോം ഓർ कंडक्टरों को हिदायत दी जाए कि वो मुकर्ररा बस स्टॉप पर लाजिमन रुके. ഈ ഒരു പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാനും ബന്ധപ്പെട്ട ഡ്രൈവർ, കണ്ടക്ടർ ഇവരോട് അറിയിക്കാനും സ്റ്റോപ്പിൽ നിർബന്ധമായിട്ടും ബസ് നിർത്തണം എന്നുള്ളത്. ഇസ്സെ അവാം കോ ബഹുത് സുഹൂലത്ത് ഹാസിൽ ഹോഗി. ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ഒരുപാട് എളുപ്പം ഉണ്ടാകും. ആപ്കി മെഹർബാനി ഹോഗി. ശുക്രിയ. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, ഭഗത് സിംഗ് എഴുതിയ ഈ കത്തിന് തൻ്റെ സഹോദരൻ്റെ റീപ്ലൈ ലെറ്റർ, ജവാബ് ലെറ്റർ എഴുതാനുണ്ടാകും. ഭഗത് സിംഗിൻ്റെ സഹോദരൻ ഭഗത് സിംഗിന് വേണ്ടി എഴുതിയ കത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.